കാസർഗോഡ് കളക്ട്രേറ്റിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനിടയിൽ നാടകീയ രംഗങ്ങൾ. ഒന്നാം നമ്പർ ടോക്കനെ ചൊല്ലി രൂക്ഷമായ തർക്കം നടന്നു. സംഭവത്തിൽ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ജില്ലാ കളക്ടർ രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ആരോപിച്ചു. കാസർഗോഡ് കളക്ടറേറ്റിലെ ക്യൂവിൽ ആദ്യമെത്തിയ തനിക്ക് ആദ്യത്തെ ടോക്കൺ നൽകിയില്ലെന്നാണ് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ പരാതി. 9 മണി മുതൽ ക്യൂവിൽ നിൽക്കുന്ന തന്നെ തഴഞ്ഞ് ആദ്യ ടോക്കൺ LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണന് നൽകുകയായിരുന്നുവെന്ന് ഉണ്ണിത്താൻ ആരോപിച്ചു. സംഭവത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ഏറെ നേരം കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന മുസ്ലിം ലീഗ് MLA-മാരായ NA നെല്ലിക്കുന്ന്, AK മഷറഫ് എന്നിവരും പ്രതിഷേധത്തിൽ പങ്കാളികളായി. ജില്ലാ കലക്ടറിൽ നിന്നും നീതി പ്രതീക്ഷിക്കുന്നില്ലെന്നും കലക്ടർ ഇമ്പശേഖർ രാഷ്ട്രീയം കളിക്കുകയാണെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. കൃത്യം 10 മണിക്ക് എന്റെ ഓഫീസ് തുറക്കും. ആരാണോ 10 മണിക്ക് ഓഫീസ് തുറക്കുന്നത് ഒന്നാമത് നിൽക്കുന്ന ആളിന് ഒന്നാമത്തെ കൂപ്പൺ കൊടുക്കും. അത് രാഷ്ട്രീയം നോക്കിയല്ല കൊടുക്കുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി കൊടുക്കും. 40 മിനിറ്റ് എടുക്കും ഒരു നോമിനേഷൻ വെരിഫൈ ചെയ്യാൻ. അതുകൊണ്ട് എനിക്ക് 12 മണിക്ക് മുമ്പേ കൊടുക്കണം. ഞാനതുകൊണ്ട് 9 മണിക്ക് ഇവിടെ വന്നു നിന്നു. എന്റെ മുമ്പിലും ആരുമില്ല, പുറകിലും ആരുമില്ല. ഈ കളക്ടറിൽ നിന്ന് ഞാൻ നീതി പ്രതീക്ഷിക്കുന്നില്ല. പ്രതിഷേധങ്ങൾക്ക് ശേഷം ഡെപ്യൂട്ടി കലക്ടർ K. ഷാജുവിനാണ് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. അതേസമയം LDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്ന അസീസ് കടപ്പുറം രാവിലെ 7 മണിയോടെ കളക്ടറേറ്റിലെത്തി ആദ്യ ടോക്കൺ സ്വീകരിച്ചുവെന്നാണ് LDF-ന്റെ വാദം. അമൃത ന്യൂസ്, കാസർഗോഡ്.